കട്ടപ്പന നഗരസഭയുടെ 2026-27 പദ്ധതിയിൽ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതി കൂടി ഉൾപ്പെടുത്തുമെന്ന് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി. ദ്രവമാലിന്യ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ്. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ലോഡ്ജുകൾ എന്നിവയ്ക്കൊക്കെ മുമ്പോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് അത്യാവശ്യമാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. സംസ്കരണം ഏറ്റവും അടിയന്തരമായി നമ്മൾ നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ കട്ടപ്പനയിലെ ദ്രവമാലിന്യ സംസ്കരണം നടപ്പാക്കണമെങ്കിൽ നിരവധിയായ പ്രതിബന്ധങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് ഈ ദ്രവമാലിന്യം എങ്ങനെ കളക്ട് ചെയ്യാം, അങ്ങനെ കളക്ട് ചെയ്യുന്ന ദ്രവമാലിന്യം നമുക്ക് എവിടെയാണത് നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അത് പ്രോസസ്സ് ചെയ്യുന്നതിനാൽ കാരണം ഈ ദ്രവമാലിന്യം നമുക്ക് ടൗണിൽ തന്നെ പ്രോസസ്സ് ചെയ്യാൻ കഴിയത്തക്ക ഒരു സാഹചര്യം നമുക്കില്ല. അപ്പോൾ അത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സാധ്യമാവും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദ്രവമാലിന്യം നമുക്ക് എങ്ങനെയാണത് ശേഖരിക്കാനായിട്ട് കഴിയുന്നത്, നമുക്ക് പൊതുവായ ഒരു മാർഗം അതിനകത്ത് അവലംബിക്കുക എന്നുള്ളതിന് കട്ടപ്പന ടൗണിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് അതിന് കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ആളുകൾ തന്നെ അല്ലെങ്കിൽ സംരംഭകർ തന്നെ അത് ശേഖരിക്കുന്നതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കുകയും അവിടെ ശേഖരിക്കപ്പെടുന്ന ദ്രവമാലിന്യം അവിടുന്ന് സക്ക് ചെയ്തെടുത്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എത്തിക്കുകയും ചെയ്ത് അങ്ങനെ ട്രീറ്റ് ചെയ്ത് ആ ഒരു ദ്രവമാലിന്യം നമുക്ക് ഒരു നല്ല വെള്ളമായി അതിനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് ഉള്ള ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാലും മുനിസിപ്പാലിറ്റിയുടെ ഈ 2026-2027 പദ്ധതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതി കൂടി ഉൾപ്പെടുത്തുന്നതിന് ഉള്ള ഒരു ശ്രമം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള ലോഡ്ജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇനി മുമ്പോട്ട് പ്രവർത്തിച്ചു പോകണമെങ്കിൽ ഈ ഒരു മാലിന്യ സംസ്കരണത്തിനുള്ള മാർഗം ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോകും.